ഇന്നത്തെ ഡിഷ് ഒരു ചൈനീസ് ഡിഷാണ്. പേര് ചില്ലി ഗോബി. അപ്പോൾ ചില്ലി ഗോബി വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിന്ന് ചെയ്യുന്നത് ഗ്രേവി ടൈപ്പാണ്. നമ്മളുടെ പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റങ്ങളുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഗ്രേവി ടൈപ്പ്, അതായത് സെമി ഗ്രേവി ചില്ലി ഗോബി. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചില്ലി ഗോബി ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്നത് നമ്മൾ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഒരു 100 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, ഒരു 50 ഗ്രാം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, അല്പം ഉപ്പ്, കുരുമുളക് പൊടി, പഞ്ചസാര, അജിനാമോട്ട, സോയാ സോസ്. ഇത്രയും ചേരുവകളാണ് നമ്മൾക്ക് കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഈ കോളിഫ്ലവറിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവറിൻ്റെ തണ്ട് വരാതെ അതിൻ്റെ ഫ്ലവർ മാത്രം ഇതേമാതിരി കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പോർഷൻ ചില്ലി ഗോബി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു 4-5 പീസ് ഫ്ലവർ കട്ട് ചെയ്താൽ മതി. ആ ഫ്ലവറിൻ്റെ വലിപ്പവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾക്ക് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് ചെറുതാക്കാം. നമ്മൾക്ക് വേണ്ടത് ഈ ഒരു സൈസാണ്. അപ്പോൾ വലിയ സൈസൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചെറുതാക്കാം. ഇത് നമ്മൾക്ക് അല്പം ഉപ്പിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ മുക്കി വയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ പ്രാണികൾ മറ്റെന്തെങ്കിൽ പുറത്തേക്ക് പോരാനായിട്ട് നമ്മൾക്കത് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ വയ്ക്കണം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളുടെ ഫ്ലവറിനെ വെള്ളത്തിൽ നിന്ന് വാരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു 50 ഗ്രാം മൈദ, ഒരു 25 ഗ്രാം കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അല്പം കുരുമുളക് പൊടി, അല്പം പഞ്ചസാര, പിന്നെ ഒരു നുള്ള് അജിനാമോട്ടോ, ഒരു 3-4 തുള്ളി സോയാ സോസ്. ഇത്രയും ഒഴിച്ചിട്ട് നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾക്കിതിനെ മാറ്റിയെടുക്കാം. നമ്മളുടെ പഴംപൊരിയുടെ മാവൊക്കെ കുഴക്കണ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ ഈ കൂട്ടിനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഏകദേശം ഇത്രയ്ക്കും തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ കഴുകി വാരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതൊരുപാട് നേരം മിക്സ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഉടനടി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കോളിഫ്ലവറിൻ്റെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ എന്ന് പറയുന്നത് ഞാൻ പാം ഓയിലാണ് എടുത്തേക്കുന്നത്. പാം ഓയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ എടുക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ചില്ലി ഗോബി ഉണ്ടാക്കാനായിട്ട്. ചില്ലി ഗോബി എന്നല്ല, ഏത് ചൈനീസ് ഫുഡ് ഉണ്ടാക്കാനും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. റീഫൈൻഡ് ഓയിലുകളാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾക്ക് നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് നമ്മളുടെ ഫ്ലവറിനെ ഇതേമാതിരി മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഇത് ഉടനടി ഇളക്കരുത്. ഒരു 10-30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പതുക്കെ ഒന്ന് ഇളക്കി ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. അപ്പോൾ ചില്ലി ഗോബി ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനിട്ട് ഉടനടി ഇളക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ഇവിടെ മാരിനേറ്റ് ചെയ്ത ഫ്ലവർ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കോളിഫ്ലവർ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഒരു കഷ്ണം സവാള, ഒരു ചെറിയ ക്യാപ്സിക്കം വേണം, 2 പച്ചമുളക്, കോൺഫ്ലവർ ഇളക്കാനുള്ള വെള്ളം, ആവശ്യത്തിന് ഓയിൽ, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് പൊടി, പഞ്ചസാര, അജിനാമോട്ട, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, അല്പം റെഡ് കളറ്, പിന്നെ ഞാനൊരു 2 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. ചില്ലി ഗോബിക്ക് വേണ്ടി നമ്മൾക്ക് ചെറിയ സവാളയാണെങ്കിൽ ഒരു സവാള, മീഡിയം സവാളയാണെങ്കിൽ ഒരു 3/4 സവാളയൊക്കെ മതിയാവും. അപ്പോൾ ഇതേമാതിരി ക്യൂബ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യണം. അതേമാതിരി തന്നെ നമ്മുടെ ക്യാപ്സിക്കവും ക്യൂബ് ഷേപ്പിൽ നമ്മൾക്ക് കട്ട് ചെയ്യാം. നമ്മൾ ചില്ലി ഗോബിക്ക് വെജിറ്റബിൾസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് വെജിറ്റബിൾ എടുക്കുക. വാടിയതൊന്നും പരമാവധി എടുക്കരുത്. നമ്മളുടെ പച്ചമുളക് ഇതേമാതിരി നമുക്ക് ചരിച്ച് കട്ട് ചെയ്യാം. ഞാൻ ചെറിയ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവ് ചൈനീസ് ഫുഡിന് പൊതുവെ കുറവായിരിക്കും.
സ്വീറ്റി ഫുഡാണ്, ചൈനീസ് ഫുഡെല്ലാം. അപ്പോൾ ഇതേമാതിരി ക്യൂബ് ടൈപ്പിൽ നിങ്ങൾ ക്യാപ്സിക്കും സവാളയും കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കാം. ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നല്ല തിക്കായിട്ട് നമ്മൾക്കൊന്ന് കലക്കി കോൺഫ്ലവർ മിൽക്കാക്കി വെച്ചേക്കാം. അപ്പോൾ നമ്മളുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗോബി, അതായത് കോളിഫ്ലവർ വറുത്തെടുത്ത ഓയിലിൻ്റെ ഒരു ഭാഗമാണ് എടുത്തേക്കുന്നത്. നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളുടെ ക്യാപ്സിക്കം, സവാള, പച്ചമുളക് ഇത്രയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്കിട്ട് നമ്മൾക്കൊരു ഹാഫ് കുക്കാക്കി എടുക്കാം. ഒരുപാട് വാട്ടരുത്, ഹാഫ് കുക്കേ പാടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ ഒരു 100 മില്ലിയോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ആണ്, ചില്ലി ഗോബി ഡ്രൈ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 4/1 വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ സെമി ഗ്രേവിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഒരു 100 മില്ലിയോളം വെള്ളം എടുക്കുന്നുണ്ട്. ഇത് തിളച്ചതിന് ശേഷം ഞാനൊരു 2 സ്പൂൺ, എൻ്റെ ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ മസാലകൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേമാതിരി തന്നെ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് അജിനാമോട്ടോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ചില്ലി ഗോബി ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ചില്ലി ഗോബിയുടെ ആ ഫ്രൈ ചെയ്തതിൻ്റെ പൊടിയൊന്നും ഇതിലേക്ക് വീഴാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ചില്ലി ഗോബിയുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു 1/2 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിൽക്ക് ഒരു 2-3 സ്പൂൺ നമ്മൾക്ക് എത്രമാത്രം ഗ്രേവിക്ക് ടൈറ്റ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കാം. നിങ്ങൾക്ക് തിക്നെസ് എന്തോരം വേണമെന്ന് നോക്കാം. അതേമാതിരി തന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചില്ലി ഗോബി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഞാനൊരല്പം റെഡ് കളറ് തിളച്ച വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യത്തിന് എത്രമാത്രം കളറ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കളറ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചില്ലി ഗോബി ഇവിടെ സെമി ഗ്രേവി ടൈപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മൾക്കത് പൊറോട്ട, ചപ്പാത്തി അതിനൊക്കെ കണക്കാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അല്പം കൂട്ടിയാൽ മതി. അതിനനുസരിച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുക. അപ്പോൾ നമ്മളുടെ ചില്ലി ഗോബി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് തുടങ്ങിയവയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചൈനീസ് വിഭവമാണ്. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും എനേബിൾ ആക്കിയിടുക.